ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖല്ലേ? ഇന്ന് വാഴ വിരിച്ച് വെക്കലാണ് കേട്ടോ. അതുപോലെ അതിൻ്റെ ഇടയിൽ കൂടെ ചീരയും കൂടെ നുള്ളിയെടുക്കുന്നുണ്ട്. ഇതൊരു ഞാലിപ്പൂവൻ വാഴയാണ് കേട്ടോ. അതിൻ്റെ മുകളിൽ ആദ്യം ചീര നുള്ളി മാറ്റിയിട്ട് വേണം അവിടുന്ന് വാഴയുടെ കുട്ടി പുഴക്കിയെടുക്കാൻ. ഇതാ കണ്ടോ, ഇതാണ് മൈസൂർ ചീര, സാമ്പാർ ചീര എന്നൊക്കെ പറയില്ലേ, ആ ചീരയാണ്. ഇതാണ് ആദ്യം പുഴക്കിയെടുക്കുന്നത് കേട്ടോ. ഇതാ കണ്ടോ, ഇത് ഞാലിപ്പൂവനാണ് കേട്ടോ. ഒരു വാഴ വെട്ടുന്ന സമയത്ത് 2 3 കുട്ടികളുണ്ടാവും ചുറ്റും. അപ്പോൾ അതിനെ പുഴക്കി മാറ്റി നടണം. അതിൻ്റെ ഇടയിൽ വെറൈറ്റി കുറേ ചീരകളുണ്ട്. തൊടിയിൽ ചീര കൊണ്ട് നടേണ്ട ആവശ്യമില്ല, തന്നെ മുളച്ചുകൊണ്ടേ ഇരിക്കും. കാരണം ഒരു ചെടി ഉണ്ടെങ്കിൽ പിന്നെ അതിന് ചുറ്റും മഴയൊക്കെ പെയ്യുന്ന സമയത്തോ വെള്ളം തട്ടുമ്പോൾ അങ്ങനെ മുളക്കും കേട്ടോ, വിത്ത് വീണിട്ട്. ഇത് സാധാ പൂവനാണ് കേട്ടോ. ഇത് വേറൊരു ഭാഗത്തു നിന്നാണ് പുഴക്കുന്നത്. ഇതാണ് മണത്തക്കാളി. കേരളത്തെക്കാളും തമിഴ്നാട്ടിലാണ് ഇത് ഫേമസ്. നല്ല പോഷക ഗുണമുള്ള സാധനമാണ് മണത്തക്കാളി. ഇത് കണ്ട കയ്യോന്നി തൊടിയിൽ പല ഭാഗത്തും ഉണ്ട്. ഈ ഭൃംഗരാജൻ എന്നൊക്കെ പറയില്ലേ, എണ്ണ കാച്ചാൻ എടുക്കുന്നത്, അതാണ്. ഇത് സുന്ദരിച്ചീരയാണ്. ഈ സുന്ദരിച്ചീരയുടെ ഒരു പ്രത്യേകത, ഒരെണ്ണത്തിൽ ധാരാളം ശിഖരം ചുറ്റും ഉണ്ടാവും കേട്ടോ. നിറയെ ചീര ഉണ്ടാവും, കാണാനും നല്ല ഭംഗിയാണ്. ഇതിൻ്റെ തണ്ടൊക്കെ കണ്ടില്ലേ, അതുകൊണ്ടായിരിക്കും അതിന് സുന്ദരി എന്ന് പറയുന്നത്. അവിടെയൊക്കെയുള്ള ചീര ഇങ്ങനെ നുള്ളിയെടുത്തിട്ട് നോമ്പല്ലേ, വൈകുന്നേര സമയത്ത് കുറച്ച് ചീരത്തോരൻ വെച്ച് നല്ലതാണ്. നല്ല പോഷക ഗുണമുള്ള സംഭവമാണല്ലോ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇലക്കറികൾ കഴിച്ചുകൊണ്ടിരിക്കണം. പിന്നെ കുമ്പളങ്ങയാണ്. കുമ്പളങ്ങയിൽ ഒരെണ്ണം ഇങ്ങനെ നിൽക്കുന്നുണ്ട്, പക്ഷെ ഇത് പിടിക്കുമെന്ന് അറിയില്ല. എന്നാലും ഇല എടുക്കാം തോരൻ വയ്ക്കാൻ. പിന്നെ നമ്മുടെ